നമസ്കാരം, നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പിയിൽ LDF റാലി സംഘടിപ്പിച്ചു. മന്ത്രി MP രാജേഷ് റാലി ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി LDFന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് പട്ടാമ്പി നഗരസഭാതല LDF റാലി സംഘടിപ്പിച്ചത്. മേലെ പട്ടാമ്പി ശില്പചിത്രയ്ക്ക് സമീപത്തു നിന്നുമാണ് വാദ്യമേളങ്ങളോടുകൂടി റാലി ആരംഭിച്ചത്. സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ റാലിയിൽ അണിനിരന്നു. തുടർന്ന് ശങ്കരമംഗലത്ത് നടന്ന പൊതുസമ്മേളനം മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കണ്ണഞ്ചിപ്പിക്കുന്നൊരു മാറ്റം പട്ടാമ്പിയിൽ മാത്രമല്ല കേരളത്തിലുടനീളം ഉണ്ടായിട്ടുണ്ട്. 10 വർഷം തുടർച്ചയായി LDF കേരളം ഭരിച്ചപ്പോൾ ഒരു നവകേരളം എങ്ങനെയാണ് പടുത്തുയർത്തിയത് എന്നത് നമ്മുടെ കൺമുമ്പിലുള്ള യാഥാർത്ഥ്യമാണ്. 10 കൊല്ലം മുമ്പത്തെ കേരളമാണോ ഇപ്പോൾ ഉള്ളത്? ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. ഇവിടെ കുറച്ച് വെളിച്ചം കുറവുണ്ട്, ഈ മാലയൊക്കെ കെട്ടിയതുകൊണ്ട്. 10 കൊല്ലം മുമ്പ് ഇതുപോലെ ആയിരുന്നു കേരളത്തിലാകെ ഇതുപോലെയായിരുന്നു. ഇന്ന് ആരെങ്കിലും പവർ കട്ടിനെയും ലോഡ് ഷെഡിങ്ങിനെയും മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്നൊരു കാലം എന്നൊക്കെ പറയുന്നത് പോലെ ഏതോ ഒരു പഴയ കാലമായിട്ടാണ് നമ്മൾ ഓർക്കുന്നത്. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഉണ്ടായിരുന്നത് പണ്ടെന്നോ അല്ല, 10 കൊല്ലം മുമ്പ് വരെ കേരളത്തിൽ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഉണ്ടായിരുന്നു. എങ്ങനെയാണ് 10 കൊല്ലം കൊണ്ട് ഇതില്ലാണ്ടായത്? വൈദ്യുതി ഉൽപാദനത്തിൽ കേരളത്തിലുണ്ടായിട്ടുള്ള കുതിപ്പാണ് സർക്കാരിന്റെ ബോധപൂർവമായ ഇടപെടൽ. കൂടംകുളത്ത് നിന്നുള്ള CPM പട്ടാമ്പി ഏരിയ കമ്മിറ്റി അംഗം AV സുരേഷ് അധ്യക്ഷനായിരുന്നു. മുഹമ്മദ് മോസിൻ MLA, CPM ജില്ലാ കമ്മിറ്റി അംഗം NP വിനയകുമാർ, O ലക്ഷ്മിക്കുട്ടി, N നീരജ്, ED ശ്രീജ, MP മുഹമ്മദ് ഷാഫി, K ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. UDFന്റെ 35 കൊല്ലക്കാലത്ത് ഇവിടത്തെ വികസനം എന്തായിരുന്നു എന്ന് ഞാൻ അതിലേക്കുള്ള ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതിന് അറുതി വരുത്താൻ ഞാൻ MLA ആയപ്പോൾ ആദ്യം ഇവിടുത്തെ ഭയങ്കര പ്രശ്നമായിരുന്നു കുടിവെള്ളം. ഈ ശങ്കരമംഗലം ഭാഗത്തടക്കമുള്ള 5 കുടിവെള്ള പദ്ധതികൾക്ക് ഫണ്ട് വെച്ചു. അതോടൊപ്പം തന്നെ സമഗ്രമായ കുടിവെള്ള പദ്ധതി ആവിഷ്കരിക്കാൻ നഗരസഭയോട് അതിനുള്ള പദ്ധതി ഗവൺമെന്റ് തയ്യാറാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, ആ 5 കുടിവെള്ള പദ്ധതിക്ക് അനുമതി നിഷേധിച്ചു UDFന്റെ നഗരസഭ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സമഗ്ര പദ്ധതി നടപ്പിലാക്കാനുള്ള അനുവാദം തന്നില്ല. ഇതായിരുന്നു പട്ടാമ്പിയുടെ നഗരസഭ. എത്ര നഗരസഭയിലെ അധികാര വടംവലി. ചില വ്യക്തികൾ, ഞാൻ വീണ്ടും പറയുന്നു, അവർക്ക് കച്ചവടമാണ് അവരുടെ രാഷ്ട്രീയം. ഇത് നാഗലശ്ശേരി മാതൃക. മത്സരം ബാലറ്റിൽ മാത്രം ഒതുക്കി മനസ്സിൽ സൗഹൃദം സൂക്ഷിച്ച് നാഗലശ്ശേരി പഞ്ചായത്തിലെ 19 വാർഡുകളിലെ 61 സ്ഥാനാർത്ഥികളും ഒന്നിച്ചോടി മാതൃകയായി. റൺ വിത്ത് കാൻഡിഡേറ്റ് എന്ന പരിപാടിയുടെ ഭാഗമായായിരുന്നു കൂട്ടയോട്ടം. ആരോഗ്യ ശുചിത്വ ലഹരിമുക്ത സന്ദേശവുമായി നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 19 വാർഡിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെയും അണിനിരത്തി പെരിങ്ങോട് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. ഫെബ്രുവരി 15-ന് പെരിങ്ങോട് നടക്കുന്ന ഹെറിറ്റേജ് മാരത്തണിന്റെ ഭാഗമായാണ് റൺ വിത്ത് കാൻഡിഡേറ്റ് എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത്. രാവിലെ 7-ന് കൂറ്റനാട് ന്യൂ ബസാറിൽ നിന്ന് തുടങ്ങി ബസ് സ്റ്റാൻഡിൽ സമാപിച്ച കൂട്ടയോട്ടത്തിൽ 61 സ്ഥാനാർത്ഥികളിൽ 50 പേർ ഓടി. ചാലശ്ശേരി CPO VK ധർമ്മേഷ്, റണ്ണേഴ്സ് ക്ലബ് താരം VG വിപിൻ എന്നിവർ ഫ്ളാഗ് ഓഫ് ചെയ്തു. വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും പൊതുപ്രവർത്തകരും കലാകായിക പ്രതിഭകളും റണ്ണേഴ്സ് ക്ലബ് താരങ്ങളും പങ്കാളികളായി. പെരിങ്ങോട് റണ്ണേഴ്സ് ക്ലബ് പ്രസിഡന്റ് MP മണി, രാധിക ശ്രീകുമാർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് M രജിഷ, മാരാത്ത് രവി, ധനീഷ് അരേക്കത്ത്, MP ഗോപാലൻ, T ധർമ്മരാജൻ, KB സുധീർ, A സേതുമാധവൻ എന്നിവർ നേതൃത്വം നൽകി.
ഒരു മാതൃകമായിട്ട് നമ്മളെ ഈ സന്ദേശങ്ങൾ ഉയർത്തി തന്നെ നമ്മളെ ഭരണതലത്തിൽ വന്നാൽ എല്ലാവരും അല്ലാത്തവരും ഭരണതലത്തിൽ വരുന്നവർക്ക് മാത്രമല്ല അല്ലാത്തവർക്കും ഇതേ കർത്തവ്യം തന്നെയാണ് ചെയ്യേണ്ടത്. അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നമ്മുടെ സമൂഹത്തിന്റെ ജനങ്ങളുടെ ഭാഗത്തും ഉണ്ടാവും, അതുണ്ടായിരിക്കും, അവരുടെ ഭാഗത്ത് തിരിച്ചുണ്ടായിരിക്കും. ഈ സന്ദേശം നമ്മളെ നല്ലൊരു ഇതായിട്ട് കേരളത്തിൽ തന്നെ നമ്മൾ ഇന്ത്യ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ നമ്മളൊരു എല്ലാ കാൻഡിഡേറ്റ്സും ഇതുപോലെ ഒന്നിച്ച് ഒരേ മനസ്സിൽ ഒരേ ഐക്യത്തിൽ ഒരേ സന്ദേശങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒരു അച്ചടക്കത്തോടും ഒരു ഐക്യത്തോടും കൂടി ഒരു അണിനിരക്കുന്നത് നമ്മളെ ജനാധിപത്യത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. പട്ടാമ്പിയിൽ വ്യാപാരിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ടൗണിൽ പ്രവർത്തിക്കുന്ന കോയമ്പത്തൂർ ആര്യവൈദ്യശാല ഫാർമസി സ്ഥാപന ഉടമ KS സുബ്രഹ്മണ്യനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ റോഡിന് സമീപത്തെ കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസി സ്ഥാപന ഉടമയായ KS സുബ്രഹ്മണ്യനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഞായറാഴ്ച രാവിലെയാണ് വൈദ്യശാലയ്ക്ക് പിറകുവശത്തുള്ള കിണറ്റിൽ ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശനിയാഴ്ച ഉച്ച മുതൽ ഇയാളെ കാണാനില്ലായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു. പട്ടാമ്പി പോലീസും ഫയർഫോഴ്സ് റെസ്ക്യൂ ടീമും സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുത്ത് പട്ടാമ്പി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഓട്ടിസം ക്ലബിന്റെ ജില്ലാ ഭാരവാഹി കൂടിയായിരുന്നു മരിച്ച KS മുരളി. പുഷ്പയാണ് ഭാര്യ. വിഘ്നേഷ്, വിഷ്ണു എന്നിവർ മക്കളാണ്. പട്ടാമ്പി BRCയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവന്നിരുന്ന ഭിന്നശേഷി വാരാചരണത്തിന് സമാപനമായി. വിവിധ പരിപാടികളോടെയായിരുന്നു വാരാചരണം സംഘടിപ്പിച്ചത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരള പട്ടാമ്പി BRCയുടെ നേതൃത്വത്തിൽ നടത്തി വന്നിരുന്ന ലോക ഭിന്നശേഷി വാരാചരണത്തിന് സമാപനമായി. പട്ടാമ്പി BRCയിൽ നടന്ന സമാപന ചടങ്ങ് ജില്ലാ പ്രോഗ്രാം ഓഫീസർ KN കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. ലോക ഭിന്നശേഷി ദിനാചരണവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, നേരത്തെ പഴയ തലമുറയിൽപ്പെട്ടവർക്കൊക്കെ നന്നായി അറിയാം. ഇപ്പോഴുള്ള ആളുകൾക്ക് ചെറുപ്പക്കാർക്കൊന്നും അതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ തൊട്ട് താഴത്തെ ക്ലാസ്സിൽ ഒരു വിദ്യാർത്ഥി പഠിച്ചിട്ടുണ്ടായിരുന്നു. റോയ് എന്നാണ് അവൻ്റെ പേര്. എനിക്കിപ്പോൾ പേര് ഓർമ്മയുണ്ട്. ആ കുട്ടി ഒരു ID വിഭാഗത്തിൽപ്പെട്ട ID വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണ് എന്നുള്ള കാര്യം പോലും അധ്യാപകർക്ക് അറിയില്ല. ആ കുട്ടിയെ ആ രീതിയിലല്ല അന്ന് LP സ്കൂളിൽ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. LP ക്ലാസ് കഴിയുന്നതുവരെ ആ കുട്ടിയെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ജൂനിയർ ആയിരുന്നു. പിന്നീട് അവനെ ഞാൻ കണ്ടിട്ടേയില്ല. മിക്കവാറും LPയോടുകൂടി പഠനം നിർത്തി, LP ക്ലാസ്സുകൾ പഠനത്തോടുകൂടി നിർത്തി വീട്ടിലിരിക്കാനാണ്, അല്ലെങ്കിൽ വീട്ടിൽ ഇരുത്താനുള്ള സംവിധാനമായിരിക്കും ഉണ്ടായിരിക്കും. ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ VP മനോജ്, ഡയറ്റ് ഫാക്കൽറ്റി ഡോക്ടർ M ഷഹീദ് അലി, ട്രെയിനർ TK സ്മിത, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ CP ലക്ഷ്മി, K സോന തുടങ്ങിയവർ സംസാരിച്ചു. അനിൽ പുലാശ്ശേരി അവതരിപ്പിച്ച നാടൻ പാട്ടുകൾ, CC ശങ്കരൻ മാസ്റ്ററുടെ കുട്ടികളോടൊപ്പം പ്രോഗ്രാം, സ്പെഷ്യലിസ്റ്റ് അധ്യാപകരായ CV സബിത, M രമ്യ, MK ശ്രീജ, K ജയശ്രീ എന്നിവരുടെ നേതൃത്വത്തിൽ നക്ഷത്ര നിർമ്മാണം, ഹനാൻ ഷോർട്ട് ഫിലിം പ്രദർശനം, കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവയും ഉണ്ടായിരുന്നു. പരിമിതികളെ അതിജീവിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ മികവ് പുലർത്തിയ C ഹരിദാസ്, S ശ്രീവിദ്യ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. K വേണുഗോപാൽ, KC ശുഭ, നജാത്ത്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്, CRC കോർഡിനേറ്റേഴ്സ്, BRC പ്രവർത്തകർ തുടങ്ങിയവരും വാരാചരണ പരിപാടികളിൽ പങ്കാളികളായി. പുതിയ തുമ്പികൾ ചിറകടിച്ച് ചുവടുവെച്ച് വീണ വീട്ടിടാൻ വരികയായി വരികയായി പുതിയ തുമ്പികൾ ചിറകടിച്ച് ചുവടുവെച്ച് വീണ വീട്ടിടാൻ പുതിയ താളം പുതിയ മേളം പുതുവെളിച്ചവും പുലരി വന്ന് ഒളികൾ തൂകി ഓതിടുന്നിതാ പുതിയ താളം പുതിയ മേളം പുതുവെളിച്ചവും
പുലരി വന്ന് ഒളികൾ തൂകി ഓടിടുന്നിതാ. സ്വാഗതം 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 സ്വാഗതം. വിളയൂർ എടപ്പലം മുത്തശ്ശിയാർക്കാവ് കിരാതമൂർത്തി ക്ഷേത്രത്തിൽ മണ്ഡല താലപ്പൊലിയുടെ ഭാഗമായുള്ള ആഘോഷ പരിപാടികൾ 23-ന് ആരംഭിക്കും. ക്ഷേത്രത്തിലെ ചുറ്റു താലപ്പൊലി വിവിധ പരിപാടികളോടെയാണ് നടത്തിവരുന്നത്. വിളയൂർ എടപ്പലം മുത്തശ്ശിയാർക്കാവ് കിരാതമൂർത്തി ക്ഷേത്രത്തിൽ മണ്ഡല താലപ്പൊലി വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിക്കുന്നത്. മണ്ഡലം 41 ദിവസവും ക്ഷേത്രത്തിൽ ചുറ്റുതാലപ്പൊലി ആഘോഷം നടക്കുന്നുണ്ട്. വിശേഷാൽ പൂജകൾ, നാമജപം ഉൾപ്പെടെയുള്ള പരിപാടികളും ഇതിന്റെ ഭാഗമായി നടത്തിവരുന്നു. ചുറ്റുതാലപ്പൊലിയുടെ ഭാഗമായുള്ള എഴുന്നള്ളിപ്പ്, വെളിച്ചപ്പാടിന്റെ നൃത്തം, അരിയറ് ഉൾപ്പെടെയുള്ള ചടങ്ങുകളും നടക്കുന്നുണ്ട്. അനീഷ് എംബ്രാന്തിരി, അജേഷ് വിളത്തൂർ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടത്തിവരുന്നത്. ഡിസംബർ 27-നാണ് മണ്ഡല താലപ്പൊലിയും ദേശപ്പൂരവും ആഘോഷിക്കുന്നത്. ഇതോടനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടികൾ 23-ന് ആരംഭിക്കും. 21-ന് പറയെടുപ്പും നടക്കും. 23 മുതൽ വിശേഷാൽ പൂജകൾക്ക് പുറമെ നൃത്തോത്സവം, ഭഗവതിപ്പാട്ട്, ചാക്യാർകൂത്ത്, കളംപാട്ട്, വേട്ടക്കരൻ പാട്ട്, ഡബിൾ തായമ്പുക, സാംസ്കാരിക സദസ്സ്, ഭക്തിപ്രഭാഷണം, സോപാന സംഗീതം, സർവൈശ്വര്യ പൂജ, പഞ്ചാരിമേളം, കുരുതി, വേലവരവ് ഉൾപ്പെടെയുള്ള പരിപാടികളും ഉണ്ടായിരിക്കും. വിപുലമായ പരിപാടികളോടെയാണ് മണ്ഡല താലപ്പൊലി ആഘോഷിക്കുന്നതെന്നും ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. എല്ലാ ദിവസവും വെളിച്ചപ്പാട് സഹിതമുള്ള പുറത്തെഴുന്നള്ളിപ്പ്, ദേവിയുടെ പുറത്തെഴുന്നള്ളിപ്പ് ഉണ്ടായിരിക്കും. അതിൻ്റെ ഭാഗമായി ഡിസംബർ 23, 24, 25, 26, 27 തീയതികളിൽ ഉത്സവത്തിൻ്റെ സമാപന ദിവസങ്ങളിൽ വിശേഷാൽ പരിപാടികളുണ്ട്. 23-ാം തീയതി ക്ഷേത്രത്തിൽ പ്രസാദോട്ട്, നൃത്തോത്സവം എന്നിവ ഉണ്ടായിരിക്കും. ഡിസംബർ 24-ന് ഭഗവതിപ്പാട്ടും ചാക്യാർകൂത്തും ഉണ്ടായിരിക്കും. അതുപോലെ ഡിസംബർ 25-ന് വേട്ടക്കരൻ പാട്ടും പ്രസാദോട്ട്, സാംസ്കാരിക സമ്മേളനം, ഡബിൾ തായമ്പുക എന്നീ വിശേഷാൽ പരിപാടികളുണ്ട്. അതുപോലെ ഡിസംബർ 26 വെള്ളിയാഴ്ച സർവൈശ്വര്യ പൂജയും പ്രസാദോട്ടും ഭക്തിപ്രഭാഷണവും സോപാന സംഗീതവും ക്ഷേത്രത്തിൽ ഉത്സവത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരിക്കും. അതുപോലെ 27/12/2025 ശനിയാഴ്ച മണ്ഡല താലപ്പൊലിയുടെ സമാപന ദിവസമാണ്. അന്ന് വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള വേലവരവുകൾ ഉണ്ടായിരിക്കും. അന്ന് വിശേഷാൽ ചുറ്റുതാലപ്പൊലി ഉണ്ടായിരിക്കും. ക്ഷേത്രത്തിൻ്റെ
പരമ്പരാഗതമായിട്ടുള്ള ആചാരമായ നായേറ്റം എഴുന്നള്ളിപ്പ്, മാളങ്കോട്ടയിലേക്കുള്ള നായേറ്റം എഴുന്നള്ളിപ്പ് എന്ന സവിശേഷമായിട്ടുള്ള ഉത്സവം അന്നാണ് നടത്തുന്നത്. ഡിസംബർ 27 പൂരമഹോത്സവം നടത്തുന്നത്. 23 നൃത്തോത്സവം, 24 ഭഗവതിപ്പാട്ട്, 25 വേട്ടക്കരൻപാട്ട് എന്നിവയും ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികളായ ഇ.പി. മുരളീധരൻ, വി. രാമചന്ദ്രൻ, കെ. രവികുമാർ, വി. ഗീത, കെ. ഷിജിമോൾ തുടങ്ങിയവർ അറിയിച്ചു. ചുറ്റുതാൽപ്പലിക്ക് ശേഷം അത്താഴ ഭക്ഷണവും നൽകി വരുന്നുണ്ട്. കൂടാതെ 23-നും 25-നും 26-നും ഉച്ചയ്ക്ക് പ്രസാദകൂട്ടും ഒരുക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. മതസൗഹാർദ്ദ കൂട്ടായ്മയിൽ ആമക്കാവ് നമ്മിണിപ്പറമ്പ് ബ്രദേഴ്സ് ഒരുക്കുന്ന 16ാമത് അയ്യപ്പൻ വിളക്ക് മഹോത്സവവും അന്നദാനവും തിങ്കളാഴ്ച നടക്കും. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.